എന്തും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് വീറ്റോ ചെയ്യാം, പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള യുണൈറ്റഡ് നേഷനാണ് മറ്റുള്ളവരെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്നത്. കുറേ മെച്ചം അതുകൊണ്ടുണ്ടായിട്ടുണ്ട്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ലോകം കുറേ കൂടി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ നീതിബോധം യുണൈറ്റഡ് നേഷൻ്റെ നീതിബോധത്തിന് ഒതുങ്ങാതായിട്ടുണ്ട്. കുറേ കൂടി മെച്ചപ്പെട്ട എല്ലാ ലോക രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യ സ്വഭാവത്തിലുള്ള ലോക ജനതയെയും ലോക സമൂഹത്തെയും അവരുടെ ജനാ അവരുടെ മാനവിക ബോധത്തെ ഉൾക്കൊള്ളുന്ന സാമൂഹിക ഒരു സംഘടനയാണ് ഇനി വേണ്ടത്. ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളായിരുന്നു. ദൗർഭാഗ്യവശാൽ ഈ പറയുന്ന സാമ്രാജ്യത്വത്തെയും അമേരിക്കയെയും ഇസ്രയേലിനെയും ഒക്കെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യം സ്വീകരിച്ചു പോരുന്നത്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഇറാനെതിരായിരുന്നു, മിനിഞ്ഞാന്ന് വെനിസ്വലയ്ക്കെതിരായിരുന്നു, അതിനു മുമ്പ് പല രാജ്യങ്ങൾക്കെതിരായിരുന്നു, ഇന്ന് ക്യൂബയ്ക്കെതിരാണ്. ഇന്ത്യക്കെതിരെയും തിരിയാൻ അധികം സമയം വേണ്ട. ഇതാർക്കും സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ പലരും പറയും പാലസ്തീനിൽ കുട്ടികൾ കൊന്നൊടുക്കിയാൽ നമുക്കെന്താ എന്ന്. അങ്ങനെയുള്ള ആളുകളാണ് ഇറാനിൽ യുദ്ധം വന്നപ്പോൾ നമ്മുടെ അടുപ്പ് പുകയാൻ പറ്റാതെ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നത്തിൽ നമ്മളാകെ ബേജാറായിപ്പോയത്. അപ്പോൾ ഇനിയും അതിൻ്റെ കെടുതികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം റിഫൈനറികളൊക്കെ തീയിട്ട് കത്തിച്ചു. കിട്ടാവുന്ന മിഡിൽ ഈസ്റ്റിലെ കംപ്ലീറ്റ് ഓയിൽ റിഫൈനറികളും ഗ്യാസ് പ്രോസസ്സിങ് യൂണിറ്റുകളൊക്കെ വലിയ പ്രശ്നത്തിലാണ്. ഇപ്പോൾ അത് നമ്മളെ ഇങ്ങനെ വല്ലാണ്ട് ഗാർഹിക ഉപയോഗത്തിന് ബാധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ പണ്ടത്തെ പോലെ ഗ്യാസൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇനിയെങ്കിലും പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ഇരട്ടത്താപ്പ്, നമ്മളെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പ്രോഗ്രസീവാണ്, വളരെ നിഷ്പക്ഷരായി ചിന്തിക്കുന്ന യുക്തിവാദികളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉറക്കം നടിക്കുകയാണെങ്കിൽ യാതൊരു രക്ഷയില്ല. ഉറങ്ങുന്നവരാണെങ്കിൽ പഠിക്കാൻ തയ്യാറാകണം. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെയാണ് ലോകത്തിലെ ഓരോ മനുഷ്യനും ഒരു രാജ്യവും ഒരു രാജ്യത്തെയും ആക്രമിക്കാത്ത കൃത്യമായ നീതി ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക ക്രമം ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രവർത്തിക്കാം. അതിനാദ്യം വേണ്ടത് തിരിച്ചറിവുകളാണ്. നാളെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.